ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എത്ര മൈലേജ് കിട്ടും? ഇതിന് എല്ലാവരും തരുന്നൊരു ആൻസർ ഉണ്ട്. അതായത് മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മൈലേജും, അല്ലെങ്കിൽ കാല് കൊടുത്താണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറയുകയും ചെയ്യും. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത്രയധികം സ്പീഡിൽ പോകുന്ന ഒരു ഫോർമുല 1 കാറിൻ്റെ മൈലേജ് എത്രയായിരിക്കും എന്ന്? നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. ഹലോ, എല്ലാവർക്കും ഫോർമുല 1 മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ഫോർമുല 1 കാറിൻ്റെ മൈലേജിനെ പറ്റി പറയുന്നതിന് മുന്നേ ഒരു ഫോർമുല 1 കാറിൻ്റെ എഞ്ചിനെ പറ്റിയും മൈലേജ് നിർണ്ണയിക്കുന്ന ബാക്കി ഘടകങ്ങളെ പറ്റിയും നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ഫോർമുല 1 കാറിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 370 മുതൽ 380 km/h ആണ്. ഇത്രയധികം സ്പീഡിൽ പോകാൻ വേണ്ടി ഒരു ഫോർമുല 1 കാറിന് സഹായിക്കുന്ന എഞ്ചിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫോർമുല 1 കാറിൽ ഘടിപ്പിക്കുന്നത് 1.6 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു V6 ടർബോ ഹൈബ്രിഡ് എഞ്ചിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പെർഫോമൻസ് ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജി റിക്കവറിങ് മെക്കാനിസംസും ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് വീഡിയോയുടെ അവസാനത്തെ ഭാഗത്തിൽ സംസാരിക്കാം. 1.6 ലിറ്റർ ടർബോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും, ഇത് നമ്മുടെ സാധാരണ ഒരു റോഡ് കാറിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി അല്ലേ? അതെ, ശരിയാണ്. പക്ഷെ ഒരു സാധാരണ കാർ ഈ കപ്പാസിറ്റി വെച്ചുണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത് വെറും 100 മുതൽ 150 bhp വരെയാണ്. പക്ഷെ ഒരു ഫോർമുല 1 കാർ ഈ സ്പെസിഫിക്കേഷൻ വെച്ചുണ്ടാക്കുന്ന പവർ എന്ന് പറയുന്നത് 1000 bhp വരെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഒരു ഫോർമുല 1 കാറിൻ്റെ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ എഞ്ചിൻ മാത്രമല്ല, ബാക്കിയും കുറച്ച് ഫാക്ടേഴ്സ് മൈലേജിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് കാറിൻ്റെ വെയിറ്റ്. 2023 FIAയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു ഫോർമുല 1 കാറിൻ്റെ വെയിറ്റ് ഏകദേശം 798 കിലോഗ്രാമാണ് വേണ്ടത്. ഇത് നമ്മളുടെ റോഡ് കാഴ്ചയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് വേണമെങ്കിൽ മാരുതി സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ i10 എടുക്കാം. ഇവയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 മുതൽ 1200 കിലോഗ്രാം വരെയാണ്. ഈ വെയിറ്റ് കുറവ് ഫോർമുല 1 കാറിൻ്റെ പെർഫോമൻസിനെ നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. ഇനി മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു ഫോർമുല 1 കാറിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 1.5 മുതൽ 2.5 km/l ആണ്. അതെ, വെറും 2.5 km/l. ഇത്രയും മൈലേജ് കുറവുള്ളൊരു വണ്ടിയെ ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർമുല 1 കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൈലേജ് നോക്കിയല്ല, മറിച്ച് പെർഫോമൻസ് നോക്കിയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫ്യൂവലിനെ എത്രത്തോളം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഒരു ഫോർമുല 1 കാറിൻ്റെ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത് 50%. സാധാരണ ഒരു റോഡ് കാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വെറും 25 മുതൽ 30% വരെയാണ്. അതായത് ബാക്കിയുള്ള കാറുകൾ വെറും 30% മാത്രമാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബാക്കി 70% ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആയി പോവുകയാണ്. ഈ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഫോർമുല 1 കാറിനെ സഹായിക്കുന്ന ഒന്നാണ് അത്യാധുനികമായിട്ടുള്ള ഹൈബ്രിഡ് പവർ യൂണിറ്റ്. ഇതിൽ 2 പ്രധാനപ്പെട്ട ഇലക്ട്രിക്കൽ മോട്ടോഴ്സ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് MGU-K, അതായത് മോട്ടോർ ജനറേറ്റർ യൂണിറ്റ് കൈനറ്റിക്. കാർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ചലനോർജ്ജത്തെ ഈ സിസ്റ്റം ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇത് ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സിന് കുറച്ച് അഡീഷണൽ പവർ കൊടുക്കും. നമ്മുടെ റോഡിൽ ഓടുന്ന ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് ഈ ടെക്നോളജിയുടെ ഒരു വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് MGU-H, അതായത് മോട്ടോർ ജനറേറ്റർ യൂണിറ്റ് ഹീറ്റ്. ഈ ഒരു യൂണിറ്റിൽ എഞ്ചിനിലെ ടർബോ ചാർജിൽ നിന്ന് പുറത്തു വരുന്ന ഹീറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവേഴ്സിന് ഓവർടേക്കിൻ്റെ സമയത്ത് അഡീഷണൽ ഒരു പവർ കൊടുക്കുന്നതാണ്. ഈ എനർജി MGU-Kയിൽ നിന്ന് ലഭിക്കുന്ന എനർജീനേക്കാളും കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡ്രൈവേഴ്സിന് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടിയുടെ മൈലേജിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വെയിറ്റ് എന്നുള്ളത്. ഈ വെയിറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്യൂവലിൻ്റെ വെയിറ്റ്. 2010 മുന്നേ പിറ്റ് സ്റ്റോപ്പുകളിൽ കാറുകൾക്ക് ഫ്യൂവലിംഗ് പോസിബിൾ ആയിരുന്നു. എന്നാൽ 2010 ശേഷം സേഫ്റ്റി മുൻനിർത്തി FIA റീഫ്യൂവലിംഗ് ബാൻ ചെയ്തു. സോ ഇപ്പോൾ റേസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വണ്ടികളിലും ഫുൾ ടാങ്ക് ഫ്യൂവൽ ലോഡ് ചെയ്യേണ്ടതാണ്. FIAയുടെ റൂൾസ് പ്രകാരം 110 കിലോഗ്രാം അല്ലെങ്കിൽ 140 ലിറ്റേഴ്സ് ഓഫ് ഫ്യൂവലാണ് ഒരു റേസിന് മുന്നേ കാറുകളിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും മാക്സിമം പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഓരോ വർഷവും റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയാണ് ഒരു ഫോർമുല 1 കാറിൻ്റെ മൈലേജിനെ പറ്റി സംസാരിക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോർമുല 1 ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഓൾസോ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.